തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മരുന്നുകൾ മോഷണം പോയതായി പരാതി. നാർക്കോട്ടിക് പരിധിയിൽ വരുന്ന ഉറക്ക ഗുളികകളാണ് 14-ാം വാർഡിൽ നിന്ന് മോഷണം പോയത്. മെഡിക്കൽ കോളേജ് അധികൃതർ പോലീസിൽ പരാതി നൽകി. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി മോഷണം പോയിട്ടുണ്ട്. പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും. അത് നോക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. സനിസ ശോഭാചന്ദ്രനാണ്. സനിസ, വലിയ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. അതിൽ ആരാണ് കുറ്റക്കാർ എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഈ ആശുപത്രിക്ക് അകത്തുള്ള ആളുകളാണോ കുറ്റക്കാർ എന്നതടക്കമുള്ളത് പരിശോധിക്കുന്നു എന്നാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്? ഒരു വീഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. നാർക്കോട്ടിക് പരിധിയിൽ വരുന്ന അതീവ ജാഗ്രതയോടെ സൂക്ഷിക്കേണ്ട ഉറക്ക ഗുളികകൾ, ഇഞ്ചക്ഷൻ തുടങ്ങിയവയാണ് കാണാതായത്, മോഷ്ടിക്കപ്പെട്ടത് എന്ന് പറയണം. ഇത് ഉടനെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ആശുപത്രി അധികൃതർ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കേസെടുത്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം എത്ര മരുന്നുകൾ കാണാതായി, അത് എത്ര ക്വാണ്ടിറ്റിയാണ് കാണാതായത് എന്നതിലൊന്നും ഇതുവരെ കൃത്യത നൽകാൻ ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. കൂടാതെ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ്. കാരണം നാർക്കോട്ടിക് പരിധിയിൽ വരുന്ന ഉറക്ക ഗുളികൾ, ഇതൊക്കെ അഡിക്ഷൻ അടക്കം ആളുകളിൽ ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള മരുന്നുകളാണ്, ലഹരി ഉണ്ടാക്കുന്ന മരുന്നുകളാണ്. ഇത് ആരിലേക്കാണ് എത്തിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മോഷ്ടിക്കപ്പെട്ടത്, കാണാതായത് എന്നതിലൊന്നും ഒരു വ്യക്തതയില്ല. ഒരു വലിയ തരത്തിൽ മെഡിക്കൽ കോളേജിൽ ഒരു സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായി എന്നത് തന്നെ പറയാം. കൂടാതെ ഫാർമസിയിൽ നിന്നും നഴ്സുമാരുടെ സ്റ്റേഷനിലേക്കാണ് ഈ മരുന്ന് കൊണ്ടുപോയത്. 14-ാം വാർഡിൽ നിന്നാണ് നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ മരുന്നാണ് കാണാതായത്. മിനിഞ്ഞാന്ന് രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കൃത്യമല്ല ഏതൊക്കെ മരുന്നുകൾ, എത്ര മരുന്നുകൾ നഷ്ടമായി എന്നതിലൊന്നും ഒരു കൃത്യത ഇല്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ആശുപത്രി ജീവനക്കാരിൽ നിന്നാണോ അല്ലെ പുറത്തുള്ളവരിൽ നിന്നാണോ ഈ മരുന്ന് കാണാതായത്, ആരാണ് എടുത്തത് എന്നതിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ശരി സനിസ.